പരിചയപ്പെടുത്താൻ പോകുന്നത് 10 ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ആണ്. ഈ 10 സ്റ്റിച്ചസ് പഠിച്ചാൽ തന്നെ നമുക്ക് വൃത്തിയായിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും. ഒട്ടുമിക്ക ഹാൻഡ് എംബ്രോയ്ഡറിയിലും കോമൺ ആയിട്ട് വരുന്ന സ്റ്റിച്ചസ് ആണ് ഇതെല്ലാം. ഫസ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് റിംഗ് നോട്ട് സ്റ്റിച്ചാണ്. റിംഗ് നോട്ട് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് അധികം ഫ്ലവേഴ്സാണ്. നമുക്ക് 2 ഷെയ്ഡുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടും ഫ്ലവേഴ്സ് ചെയ്യാം. അതുപോലെ തന്നെ റിംഗ് നോട്ട് സ്റ്റിച്ചിൻ്റെ സെൻട്രലായിട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ലേസി ഡേസി സ്റ്റിച്ചാണ്. അതും നമ്മൾ റിംഗ് നോട്ട് ചെയ്തതുപോലെ തന്നെ ഫ്ലവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതും നമുക്ക് 2 കളറിലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഈ സ്റ്റിച്ചിന് മുകളിലായിട്ട് വരുന്ന നോട്ട് നമുക്ക് വേറൊരു കളറുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. തേർഡ് സ്റ്റിച്ചാണ് ഫിഷ് ബോൺ സ്റ്റിച്ച്. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലവർ ചെയ്യാനും യൂസ് ചെയ്യാം, എന്നാലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലീവ്സിന് വേണ്ടിയിട്ടാണ്. ഫോർത്ത് സ്റ്റിച്ച് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് കൊണ്ട് നമുക്ക് ഒരുപാട് എംബ്രോയ്ഡറീസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കും. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അഞ്ചാമത്തെ സ്റ്റിച്ച് സ്പൈഡർ റോസ് ആണ്. കാണുമ്പം കുറച്ച് വിഷമമായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണിത്. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിലൊക്കെ ബീഡ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ആറാമത്തെ സ്റ്റിച്ചാണ് ബുള്ളിയൻ സ്റ്റിച്ച്. ബുള്ളിയൻ സ്റ്റിച്ച് കൊണ്ട് നമുക്ക് ബുള്ളിയൻ റോസായിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അതും ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഏഴാമത്തെ സ്റ്റിച്ചാണ് ഫ്രഞ്ച് നോട്ട്. ഫ്രഞ്ച് നോട്ടിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. എങ്ങനെ നീറ്റായിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എട്ടാമത്തെ സ്റ്റിച്ചാണ് കാശ്മീരി ബോൾ സ്റ്റിച്ച്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. നമുക്ക് പ്ലെയിൻ കുർത്തി ഉണ്ടെങ്കിൽ നെക്ക് പോർഷനിലായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഓവറോൾ ഡിസൈനായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നയൻത്ത് സ്റ്റിച്ചാണ് സ്പൈഡർ സ്റ്റിച്ച്. ഇത് കാണാനൊരു സ്പൈഡറിനെ പോലെയുള്ളത് കൊണ്ടാണ് ഈ ഒരു പേര് വന്നത്. ഇതും നമ്മൾ ചുരിദാറിൻ്റെ നെക്ക് പോർഷനിലും ബോർഡർ പോർഷനിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. 10th സ്റ്റിച്ചാണ് കാസ്റ്റ് ഓൺ സ്റ്റിച്ച്. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലവേഴ്സിന് വേണ്ടിയാണ്. ഈ സ്റ്റിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. ഇതെങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യാവുന്നത് അടുത്ത വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. കീപ് വാച്ചിങ്. താങ്ക് യു.